എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കൊച്ചു പ്രസംഗമായിട്ടാണ് വന്നിരിക്കുന്നത്. മതേതര ഭാരതം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം. 1976 42ാം ഭരണഘടന ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ ആദ്യമായി മതേതരത്വം നിലവിൽ വന്നത്. മതേതരത്വം എന്നാൽ മതത്തിൽ നിന്നും ഗവൺമെന്റിനെ വേർതിരിക്കുന്നതാണ്. അതായത് എല്ലാ മതങ്ങളെയും തുല്യമായി കാണാമെന്നർത്ഥം. നിരവധി മതങ്ങളും അതിൽ വിശ്വസിക്കുന്നവരും അധിവസിക്കുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് മതേതരത്വത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഏത് മതമായാലും അതിൽ വിശ്വസിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും എല്ലാവർക്കും അവകാശമുണ്ടായിരിക്കണം. ഒരു ഭരണകൂടം നിലനിർത്തണമെങ്കിൽ അത് മതേതരത്വം കൂടി തീരൂ. അല്ലെങ്കിൽ സ്വജനപക്ഷപാതവും ന്യൂനപക്ഷങ്ങളുടെ അടിച്ചമർത്തലും നടക്കും. എന്നാൽ ഇന്ന് മതേതരത്വം നഷ്ടമാകുന്നു. എല്ലായിടത്തും അധികാര മോഹങ്ങൾ മാത്രം. മണിപ്പൂരും ഗുജറാത്തുമെല്ലാം നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങളാണ്. മതവും ജാതിയുമെല്ലാം മനുഷ്യത്വമാണ് വലുത് എന്ന് വയനാട് ദുരന്തത്തിലൂടെ നമുക്ക് പ്രകൃതി കാണിച്ചു തന്നു. മതമേതായാലും മനുഷ്യൻ നന്നായ മതിയെന്ന സ്വാമിജിയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. കേരളത്തെയും ഇന്ത്യയും ഒരു ഭ്രാന്താലയമാക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയണം. എല്ലാവരും മനുഷ്യരാണ്, ഭൂമിയുടെ അവകാശികളാണ് നാം ഓരോരുത്തരും എന്ന ബോധത്തോടെ കൈകോർത്ത് പുതിയ പിറവിയിലോട്ട് മുന്നേറാം. ആശംസകളോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.